നമസ്കാരം. ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് ലോകത്തിന് മുന്നിൽ ഞാനാണ് രാജാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേൽ കൈകടത്തി ആ രാജ്യങ്ങളെ തങ്ങളുടെ കോളനിയാക്കി നിർത്താനുള്ള ട്രംപിൻ്റെ നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പരിസമാപ്തിയാണ് ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയുടെ സംവിധാനത്തിൻ്റെ ആശയം. UN ഉണ്ട് നമുക്ക് മുന്നിൽ. ഐക്യരാഷ്ട്രസഭ ലോകത്തിൻ്റെ മേൽ അധികാരത്തിൻ്റെ കടന്നുകയറ്റങ്ങളുടെയും നിയമവിരുദ്ധമായ നീക്കങ്ങളുടെയും വഴിയിലൂടെ ഏത് രാജ്യം സഞ്ചരിച്ചാലും അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും സമതുല്യമായ രീതിയിലേക്ക് ലോകത്തെ സമഭാവനയോടെ മുന്നോട്ട് നയിക്കാനും വേണ്ടി രൂപീകരിച്ച ഐക്യരാഷ്ട്ര സംഘടന, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന് വലിയ ആശ്വാസമായ സംഘടന. എന്നാൽ അതിനെ പൊളിക്കാൻ നോക്കിയ ഒടുവിലത്തെ അമേരിക്ക എല്ലാ കാലത്തും അതിനെ പൊളിക്കാൻ പലവിധ ശ്രമങ്ങൾ പിന്നീട് നടത്തിയിട്ടുണ്ട്. ട്രംപ് അവിടെ നേരിട്ട് പോയി ഇത് വേസ്റ്റാണ് എന്ന് പ്രസംഗിച്ചത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അതിനൊക്കെ അപ്പുറത്ത് ട്രംപ് തന്നെ സ്വന്തം സമാന്തര ഐക്യരാഷ്ട്ര സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ് ബോർഡ് ഓഫ് പീസിൽ. ബോർഡ് ഓഫ് പീസിലൂടെ നീക്കം അതാണ് നടത്തുന്നത് എന്ന ചർച്ചയുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ബോർഡ് ഓഫ് പീസ് എന്ന് നോക്കുകയാണ്. ഇന്ത്യ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ പോവുകയാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ബോർഡ് ഓഫ് പീസിൽ ചേരാൻ പ്രമുഖ രാജ്യങ്ങൾക്ക് ട്രംപ് അയച്ച കത്തിനെ പറ്റിയാണ് ഇപ്പോൾ ലോകത്ത് ചർച്ച. UN പൊളിക്കാനുള്ള നീക്കം എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ക്ഷണം പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടില്ല. ബോർഡ് ഓഫ് പീസിനെ കുറിച്ചുള്ള ട്രംപിൻ്റെ സങ്കല്പം ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം എന്നാണ്. അപ്പോൾ UN പിന്നെ എന്തിനാണ് എന്നതാണ് മറു ചോദ്യം. UN പണ്ടേ അമേരിക്കയ്ക്കും ട്രംപിനും യോജിപ്പില്ല. ഗാസ അധിനിവേശത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം, ഇസ്രായേൽ പലസ്തീൻ പരിഹാരം എന്ന പ്രമേയത്തിന്മേൽ പങ്കെടുത്ത് സംസാരിച്ച ട്രംപ് UN നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ ന്യൂസ് ടോസിൽ തന്നെ ആ വീഡിയോ ചർച്ച ചെയ്തതാണ്. ഒടുവിൽ വെടിനിർത്തലിൽ സ്വന്തം ഇടപെടലിൽ ദുരാഷ്ട്ര പരിഹാരം തള്ളിക്കളഞ്ഞുകൊണ്ട് നടപ്പിൽ വരുത്തി ഇപ്പോൾ ഗാസയിലെ പുനർനിർമ്മാണത്തിൻ്റെ പേരിൽ ബോർഡ് ഓഫ് പീസും സ്ഥാപിക്കാൻ പോവുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് കീഴിൽ ഗാസ പുനർനിർമ്മാണം നടത്തുന്നതോടൊപ്പം UN പൊളിക്കാനുള്ള വിപുലമായ പദ്ധതി എന്നതാണ് ട്രംപിൻ്റെ ഉള്ളിലിരിപ്പ്. അതിനുള്ള വിഭാവനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംഘർഷമുള്ളതോ സംഘർഷ ഭീഷണി നേരിടുന്നതോ ആയ പ്രദേശങ്ങളിൽ സ്ഥിരത കൈവരുത്തുന്നതിനും ആശ്രയിക്കാൻ കഴിയുന്നതും നിയമാനുസൃതവുമായ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സംഘടന എന്നാണ് ക്ഷണപത്രിക അയച്ചുകൊണ്ട് രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ട്രംപ് അയച്ച കുറിപ്പിൽ അവകാശപ്പെടുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഹംഗറി, ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, പാകിസ്ഥാൻ, യൂറോപ്യൻ കമ്മീഷൻ, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ തുടങ്ങി UN അംഗത്വമുള്ള ശക്തമായ രാജ്യങ്ങൾക്കെല്ലാം കത്തയച്ചിട്ടുണ്ട്. ഇതുവരെ ഹംഗറി ക്ഷണം സ്വീകരിച്ച വാർത്ത പുറത്തു വന്നു. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ സമ്പൂർണ്ണ യോജിപ്പിലാണ്. അതിലേക്ക് ക്ഷണം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ മതി. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പുനർനിർമ്മാണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനും വേണ്ടി സമാധാന സമിതി ഉണ്ടാക്കാനാണ് UN രക്ഷാസമിതി നിർദ്ദേശിച്ചത്, അമേരിക്കക്ക് അനുമതി നൽകിയത് 2027 വരെയുള്ള കാലാവധിയിൽ. എന്നാൽ ബോർഡ് ഓഫ് പീസ് അത് കഴിഞ്ഞും തുടരും എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ട്രംപിൻ്റെ ഐക്യരാഷ്ട്രസഭ എന്ന വിമർശനം യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ. മാത്രമല്ല, ട്രംപിൻ്റെ ആശയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ സംശയാസ്പദമാണ്. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ വിചിത്രമായ കാരണങ്ങൾ ഉന്നയിച്ച് കടന്നു കയറുന്നത് നിലവിൽ തന്നെ അമേരിക്കയുടെ രീതിയാണ്. ആഭ്യന്തര സംഘർഷങ്ങൾ പറഞ്ഞ് അവിടെ ഇടപെടുക എന്ന നയം. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് വെനസ്വേലയിലെ പ്രശ്നമാണ്. അവിടെ മൊത്തം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് മഡുറോയെ തന്നെ തട്ടിക്കൊണ്ടുപോയി ലോകം അന്തിച്ചു നിന്ന നിമിഷങ്ങൾ. എണ്ണ സമ്പത്ത് കൈക്കലാക്കാൻ, ജനാധിപത്യ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ മറ്റൊരു വിദേശ രാജ്യം ശ്രമിച്ച കാഴ്ച. എന്നിട്ട് ഇറാനിൽ ഇടപെടും എന്ന് പ്രഖ്യാപിച്ചു, ഗ്രീൻലാൻഡ് എടുക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ നിയമപരമായി നടപ്പാക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് ക്ഷണപത്രികയ്ക്കൊപ്പം അയച്ച കത്തിലെ ആശയം വ്യക്തമാക്കുന്നു. രാജ്യങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുക എന്ന് പ്രത്യേകം ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗത്വമെടുത്ത രാജ്യങ്ങളുടെ മേൽ കോളനികളോട് എന്ന പോലെയുള്ള സമീപനം സ്വീകരിക്കാൻ US നിയമപരമായ പരമാധികാരം നൽകുന്ന സംവിധാനമാണ് ബോർഡ് ഓഫ് പീസ് എന്ന് മനസ്സിലാക്കാൻ മറ്റെവിടെയും പോകേണ്ടതില്ല. ആ കത്തിലെ ആശയം മാത്രം വായിച്ചാൽ മതി. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലും ലോക സമാധാനത്തിലും എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രമാണ്. ഇന്ത്യക്കും ക്ഷണം ട്രംപ് അയച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്ന കെണിയിലേക്ക് ഇന്ത്യ പോകുമോ? ഇന്ത്യ ക്ഷണം സ്വീകരിക്കരുത് എന്നതാണ് പൊതുവെ ഉയരുന്ന വാദം. UN ഘടനയെ പൊളിക്കാനും UN നിലനിൽപ്പ് കൊണ്ട് ട്രംപിൻ്റെയും അമേരിക്കയുടെയും പല നീക്കങ്ങളും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത് തടയാനുമുള്ള നീക്കമാണ് ബോർഡ് ഓഫ് പീസ് എന്നതാണ് ആരോപണം. UN ബലഹീനമാക്കരുത് എന്ന നിലപാടാണ് ഇന്ത്യക്ക്. പക്ഷേ അതിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വേണം എന്നുള്ള ആവശ്യം ഇന്ത്യ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ക്ഷണം സ്വീകരിക്കാതിരിക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത് UN വിശ്വസിക്കുന്ന രാഷ്ട്രം എന്ന നിലയിൽ എന്നുള്ളതാണ് ഒരാവശ്യം. ലോകരാജ്യങ്ങളുടെ താല്പര്യത്തിന്
പ്രാധാന്യം നൽകി അമേരിക്ക ഓരോരുത്തരെയും ദുർബലമാക്കാൻ നോക്കുമ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ UN കഴിയാറുണ്ട്. ഗാസയിലെ ഇസ്രായേലിൻ്റെ നരവേട്ട തന്നെ നോക്കുക. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ അതിൻ്റെ തീവ്രഘട്ടത്തിലേക്ക് കടന്നപ്പോഴും നിരന്തരമായ പ്രതിരോധം തീർക്കാൻ UN ശ്രമിച്ചത് സമീപകാലത്ത് നാം കണ്ടതാണ്. UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് തന്നെ അതിനെന്തെല്ലാം പഴി കേട്ടു. ഇസ്രായേലിൻ്റെ നെതന്യാഹു നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള പ്രമേയം വരെ UN-ൽ എത്തി. UN-ൽ വിവിധ രാജ്യങ്ങളുടെ വേദി എന്ന നിലയിൽ ഗാസയോടുള്ള നിലപാട് പറയാൻ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞു. ലോകത്തിലെ പ്രധാന രാഷ്ട്രത്തലവന്മാർ അവിടെ പോയി തങ്ങളുടെ നിലപാട് പറഞ്ഞു. ഗാസയിൽ പോയി UN അന്വേഷണ സംഘം യാഥാർത്ഥ്യം റിപ്പോർട്ടായി ലോകത്തിന് മുന്നിൽ എത്തിച്ചു. ലോകമാകെ എതിർപ്പുയർന്നതിന് കാരണമായി. ഇസ്രായേലിനെയും അമേരിക്കയെയും അത് പ്രകോപിപ്പിച്ചു. അന്തിമ പ്രമേയത്തിനും UN പദ്ധതിക്ക് മുമ്പ് അമേരിക്ക നേരിട്ടിടപെട്ട് പെട്ടെന്ന് ഗാസയിലെ വെടിനിർത്തലിന് നടപടി കൈക്കൊള്ളുകയായിരുന്നു. UN-ന്റെ നീക്കം പൊളിക്കാനുള്ള ഒരു ശ്രമം. എന്തായാലും വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ നയിക്കുന്നതിൽ, അതിനായി അമേരിക്ക ഇടപെടുന്നതിൽ UN സമ്മർദ്ദം ഫലം കണ്ടു എന്നുള്ളതാണ് അന്ന് നമുക്ക് മനസ്സിലായത്. ലോകരാജ്യങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചും ജനാധിപത്യപരമായും പ്രവർത്തിക്കുന്ന സംഘടനയാണ് UN. എന്നാൽ ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് അങ്ങനെയല്ല. വൻ ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുകയും അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ മാത്രം സാധ്യതയുള്ളതുമായ സംഘടനയാണ്. അവരുടെ വാണിജ്യ ശാക്തിക താല്പര്യത്തിനനുസരിച്ച് നയരൂപീകരണം നടത്താനിടയുള്ള ഒരു സംഘമാണ് അതിൻ്റെ കരുത്ത്. ചെറു രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് അവിടെ എന്ത് വിലയായിരിക്കും? പുല്ലുവിലയായിരിക്കും. ലോകരാജ്യങ്ങളോടുള്ള നയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗാസ ഒരു കോളനി സമാന പ്രദേശം എന്നതേ അമേരിക്കയും ബോർഡ് ഓഫ് പീസും കരുതുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ അതൊരു രാജ്യമായാണ് കരുതുന്നത്. ദ്വിരാഷ്ട്രവാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട്. അതുപോലെയാണ് പാകിസ്ഥാൻ്റെ സാന്നിധ്യം. ട്രംപും പാകിസ്ഥാനുമായുള്ള ഇരിപ്പ് വശം വെച്ച് പാകിസ്ഥാൻ കൈമെയ് മറന്ന് ബോർഡ് ഓഫ് പീസിനൊപ്പം ഉണ്ടാകും. ഗാസയിലേക്ക് ഇസ്രായേലിന് വേണ്ടി കൂലിപ്പട്ടാളത്തെ വരെ നൽകാൻ തയ്യാറായ രാജ്യമാണ് പാകിസ്ഥാൻ, അതും ട്രംപിന് വേണ്ടി. ട്രംപിന് നൊബേൽ കിട്ടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരകനായി ഇറങ്ങിത്തിരിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിൽ ഇന്ത്യ അംഗമാവുക എന്നത് ആത്മഹത്യാപരമായിരിക്കും. എന്നാൽ തീരുവ ചുങ്കം അതിക്രൂരമായി ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടും പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു നിർത്തിവെച്ച ണെന്ന് ഇന്ത്യ നിരന്തരം അപമാനിക്കും വിധം ട്രംപ് പറഞ്ഞിട്ടും മോദി പക്ഷേ ഒരക്ഷരം എതിർത്ത് പറഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മൈ ഫ്രണ്ടിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മോദി തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരാശങ്ക. അങ്ങനെ പോകണം എന്ന് വാദിക്കുന്നവരും ഉണ്ട്. ക്ഷണം സ്വീകരിക്കണമെന്നും ട്രംപിനൊപ്പം ബോർഡ് ഓഫ് പീസിൽ ഉണ്ടാകണമെന്നും വാദിക്കുന്ന മോദിയിസ്റ്റുകളായ ട്രംപ് ആരാധകർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ട്രംപിനെ സന്തോഷിപ്പിച്ച് ഇന്ത്യക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് അവർ എപ്പോഴും പറയുക. നിലവിൽ തന്നെ മോദിയുടെ നയം ട്രംപിനെയും അമേരിക്കയും വിഷമിപ്പിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ പാകിസ്ഥാനോടുള്ള അമേരിക്കൻ ചായ്വും തീരുവ ചുങ്കവും ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് കാറ്റിൽ പറത്തി അമേരിക്കൻ വിധേയത്വത്തിൻ്റെ തീവ്രഘട്ടത്തിലേക്ക് കടക്കലാകും അത് എന്ന വിമർശനം നിലവിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ത് തീരുമാനം എടുക്കും എന്നതിൽ ഇപ്പോഴും ആകാംക്ഷ ബാക്കിയുണ്ട്. എന്നാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ട്രംപിൻ്റെ സങ്കല്പത്തിലെ ബോർഡ് ഓഫ് പീസ്. ലോകരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ആശയഭിന്നതകളുള്ള പല രാജ്യങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. അതത് മേഖലകളിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് അവസരവാദപരമായി നിലപാട് കൈക്കൊള്ളാറുള്ള അമേരിക്കയുടെ പതിവ് ലക്ഷ്യം തന്നെയാകും ഇതിൻ്റെ പിന്നിൽ. കുറുക്കൻ ബുദ്ധി. ഉദാഹരണത്തിന്, ഒരു കൈയിൽ പാകിസ്ഥാനെ താലോലിക്കുക, മറുകൈയിൽ മൈ ഫ്രണ്ട് മോദിയിലൂടെ ഇന്ത്യയെ പാട്ടിലാക്കുക. അവിടെ ഭീകരവാദ ഗാംബ്ലിംഗ് നടത്തുന്ന ഭരണാധികാരികൾക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ന്യായം പറയുക. ഒരുതരം ചെന്നായ് സ്വഭാവം എന്ന് പറയാറില്ലേ? ബോർഡ് ഓഫ് പീസിലും ഇമാതിരി വൈരുദ്ധ്യങ്ങളുടെ കൂടാരമാണ്. പാകിസ്ഥാനുണ്ട് എപ്പോഴേ റെഡി, ഇന്ത്യയെ ചേർക്കാൻ മോദിയെ സ്തുതിച്ച് പ്രശംസിച്ച് പാട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ഷണക്കത്ത് അതിൻ്റെ ഭാഗമാണ്. ഗാസയെ വെറും കോളനിയായി മാത്രം കാണുന്ന, ഒരു രാഷ്ട്ര പദവി എന്ന പരിഗണന പോലും നൽകാത്ത സംഘടന. അതിൽ ഇസ്രായേലിനെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസ പുനർനിർമ്മാണ പദ്ധതിയിൽ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളുടെ പട്ടികയിൽ വിയോജിപ്പ് അറിയിച്ചു നിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ക്ഷണം. ഇസ്രായേലിനോട് കടുത്ത വൈരാഗ്യമുള്ള തുർക്കിയും അപ്പുറത്തുണ്ട്. ഖത്തർ, റഷ്യ, തായ്ലൻഡ് ഒക്കെ ക്ഷണക്കത്ത് കിട്ടിയ രാജ്യങ്ങളാണ്. ഇവരൊക്കെ ചേരുമോ എന്ന് നമുക്കറിയില്ല. ചേരുമോ എന്നുള്ളത് അറിയാൻ കാത്തിരിക്കുക തന്നെ വേണം. ബോർഡ് ഓഫ് പീസിൻ്റെ ഘടനയും വിചിത്രമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപാണ്. 3 വർഷത്തെ അംഗത്വമാണ് ഒരു രാജ്യത്തിന് നൽകുക. പിന്നീട് അത് പുതുക്കണം. സ്ഥിരാംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യം $100 കോടി, അതായത് 9,000 കോടി രൂപ കെട്ടിവെക്കണം. അംഗത്വം പുതുക്കണോ എന്ന് അധ്യക്ഷനാണ് തീരുമാനിക്കുക. അധ്യക്ഷന് അംഗരാജ്യത്തിനെതിരെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് വീറ്റോ അധികാരം ഉണ്ടാകും. ബോർഡിൻ്റെ ഔദ്യോഗിക
ഔദ്യോഗിക മുദ്രയടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് ഒറ്റക്ക് തീരുമാനിക്കും. സാമ്പത്തിക കാര്യങ്ങൾ, പിൻഗാമി ആരായിരിക്കണം, അധികാര സംവിധാനത്തിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ സകല കാര്യങ്ങളും അന്തിമമായി തീരുമാനിക്കാനുള്ള അധികാരം ട്രംപാണ്. വൺ മാൻ ഷോ ആണ് എന്നർത്ഥം. ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ നാറ്റോ തന്നെ രംഗത്തെത്തിയത് കനത്ത തിരിച്ചടിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ബോർഡ് ഓഫ് പീസിന്റെ ചർച്ച വീണ്ടും ഉയരുന്നത്. അപ്പുറത്ത് ഇസ്ലാമിക് നാറ്റോ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുടെ സംവിധാനവും വരുന്നതോടെ ട്രംപിന്റെ തോന്നിയാസങ്ങൾക്ക് അത്രക്കങ്ങ് സ്വീകാര്യത കിട്ടുമോ എന്നറിയില്ല. യൂറോപ്യൻ യൂണിയൻ കടുത്ത നിലപാട് തുടരുന്നു. ഈ സാഹചര്യത്തിൽ സ്വന്തമായി ഒരു സംഘടന ഉണ്ടാക്കി ഇവർക്കൊക്കെ മേലെ എല്ലാവരെയും അതിൽ കുരുക്കി കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധിയാണ് ട്രംപ് ബോർഡ് ഓഫ് പീസിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ട്രംപിന്റെ സ്വന്തം ഐക്യരാഷ്ട്രസഭ, ഇമാതിരി വിചിത്രമായൊരു സംവിധാനം ആധുനിക ലോകത്തുണ്ടാക്കാൻ ട്രംപിനല്ലാതെ ആർക്ക് കഴിയും? ലോകത്തെ ഒന്നാകെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള നീക്കം, ഇത്രയും കാലം നടത്തിയ അധിനിവേശ നീക്കങ്ങൾ, ലോകത്തിന് മുന്നിൽ പലതും പൊളിഞ്ഞു പോയതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു ഔദ്യോഗിക സംവിധാനം തന്നെ കൊണ്ടുവരുന്നു. ആരൊക്കെ ഒപ്പം ചേരും, എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.